ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. മത്സരപരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാത്സും റീസണിങ്ങും. അതിൽ തന്നെ 3 രീതിയിലാണ് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുക. ഒന്ന് ഫോർമുല പഠിച്ചെഴുതാം, അല്ലെങ്കിൽ ലോജിക്കൽ മെത്തേഡിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജാമിതി രൂപമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു വൃത്തത്തിൻ്റെ ആരം 6% വർദ്ധിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ജാമിതി രൂപങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ വെല്ലുവിളി വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമുലകൾ ബൈഹേർട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ഒരു വൃത്തം എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ആരമാണ്. ആരം 6% വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അതേ 100 ആരം 106 മാറുന്നു. അപ്പോൾ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള സമവാക്യം നമുക്കെല്ലാം അറിയാം, πr² ആണ്. അത് പ്രകാരം ഈ ഒരു ആരം 6% വർദ്ധിക്കുമ്പോൾ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: π × 106² മൈനസ് π × 100² ഹോൾ ഡിവൈഡഡ് ബൈ π × 100² ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് അതിന് ഉത്തരം കിട്ടുക. എന്നാൽ നമുക്കറിയാം ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്. മാത്രമല്ല എത്ര ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെയൊക്കെ സമവാക്യങ്ങൾ പഠിക്കാനാകും? 10ാം ക്ലാസ് വരെയുള്ളൂ എല്ലാവരും ജാമിതി രൂപം പഠിക്കുന്നത്. അതിനുശേഷം ജാമിതി രൂപം പഠിക്കുന്നത് തന്നെ എല്ലാവരും പ്രത്യേകിച്ച് മാത്സ് മെയിൻ എടുത്തവർ പോലും പഠിക്കുന്നില്ല. എന്നാൽ മത്സര പരീക്ഷ വരുമ്പോഴേക്കും ഇത് ചെയ്യാനുള്ള ലളിതമായ മാർഗം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉത്തരം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് ശ്രദ്ധിക്കുക. ആരം എത്ര ശതമാനമാണ് വർദ്ധിച്ചത്? 6%. അപ്പോൾ പരപ്പളവ് അഥവാ പണ്ട് പറയുന്നത് വിസ്തീർണം എന്നാണ് പറയാൻ. വിസ്തീർണം എത്ര ശതമാനം വർദ്ധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ലളിതമായ ഒറ്റ ഷോർട്ട് കട്ട്. ആദ്യം 6ൻ്റെ ഇരട്ടി പറയുക, അത് 12 ആണ്. രണ്ടാമത് 6ൻ്റെ വർഗ്ഗം പറയുക, 36 ആണ്. നടുക്കൊരു കുത്തൂടെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പൂർണ്ണമായി. ഇത്ര ലളിതമായ ഒരു ഷോർട്ട് കട്ട് മാത്രം മതി. ഇരട്ടി എഴുതുക, സ്ക്വയർ എഴുതുക, നടുക്കൊരു പോയിൻ്റ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും കൗതുകമായ ഒരു കാര്യമാണ്. ഏത് ജാമിതി രൂപം ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് മതി. നമുക്ക് ഫോർമുല അറിയാത്തതായാലും അറിയുന്നതായാലും സിംപ്ലിഫൈ ചെയ്യാൻ കഴിയുന്നതായാലും കഴിയാത്തതായാലും ഒക്കെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എല്ലാത്തിനും ആരം എന്നാണോ? അല്ല, മറ്റ് ജാമിതി രൂപങ്ങൾക്ക് വശമായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു വളരെ സങ്കീർണമായൊരു ചോദ്യം ഞാൻ പറയാം. ഒരു സമഷഡ്ഭുജത്തിൻ്റെ വശം 9% വർദ്ധിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചെന്ന് നമ്മൾ വിചാരിക്കുക. എങ്ങനെയാണ്? അപ്പോൾ എത്ര കുട്ടികൾക്കറിയാം ഈ ഒരു സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം? എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പ്രത്യേകിച്ചും 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം മാത്സ് പഠിക്കുന്നില്ല എങ്കിലോ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും സമഷഡ്ഭുജമൊന്നും പഠിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം നമുക്ക് എന്നാൽ സമഷഡ്ഭുജത്തിൻ്റെ ഫോർമുല വേണ്ട. അത് ഫോർമുലയിൽ നിന്ന് എഴുതാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സങ്കീർണത മനസ്സിലാവും. സമഷഡ്ഭുജത്തിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനെയാണ്. അതിൻ്റെ പരപ്പ് അളവ് കാണാനുള്ള സമവാക്യം 6√3a² ഡിവൈഡഡ് ബൈ 4 എന്നാണ്. എന്നാൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ സങ്കീർണത എത്രയോ വളരെ വലുതാവും നമുക്കറിയാമോ? എന്നാൽ ഇതൊന്നും ചെയ്യേണ്ട. വശം എത്ര ശതമാനം വർദ്ധിച്ചു നമുക്കറിയാം, 9% വർദ്ധിച്ചു എന്നറിയാം. പരപ്പളവ് എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. ആദ്യം 9ൻ്റെ ഇരട്ടി പറയുക, അത് ക്ലിയറാണ്, 18 ആണ്. 9ൻ്റെ വർഗ്ഗം നമുക്കറിയാം, 81 ആണ്. അപ്പോൾ 18 എന്ന ഇരട്ടി ആദ്യം എഴുതി, 81 എന്ന വർഗ്ഗം നമ്മൾ രണ്ടാമത് എഴുതി. അതിനുശേഷം നടുക്കൊരു പോയിൻ്റൂടെ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വളരെ ലളിതമായൊരു ക്രിയയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പൊടിക്കൈകൾ ഓർത്തിരുന്നാൽ മാത്രം മതി. നമുക്ക് വൃത്തത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. പലപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്കും അതുപോലെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കുക. (2017) കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫീൽഡ് വർക്കർ അസിസ്റ്റൻ്റ് ചോദിച്ച രസകരമായൊരു ചോദ്യമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഒരു സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. എന്താണ് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭുജങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാ ശീർഷങ്ങളും തുല്യമാണ്, എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ കോണുകളും തുല്യമാണ്. മധ്യമരേഖകൾ അതായത് മീഡിയൻ അതെല്ലാം തുല്യമായി തുല്യത എന്ന് പറയാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ചിത്രമാണ് ഒരു സമഭുജ ത്രികോണം എന്ന് പറയുന്നത്.
ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം എന്താണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. എന്താണ് അന്തർവൃത്തം എന്ന് ചോദിച്ചാൽ ഒരു ചിത്രത്തിൻ്റെ ഉള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ വൃത്തത്തെയാണ് അന്തർവൃത്തം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ തന്നെ ആയിരിക്കണം, അതിൻ്റെ വൃത്തപരിധിയിൽ തന്നെ ആയിരിക്കണം വശങ്ങൾ ടച്ച് ചെയ്യുന്നത്. പരിവൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്നാണ് പറയുക. അത് ഒരു ത്രികോണത്തിൻ്റെ പരിവൃത്തം എന്താണ്? ത്രികോണത്തിൻ്റെ 3 ശീർഷങ്ങളും വൃത്തപരിധിയിൽ തന്നെ മുട്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ പരിവൃത്തം എന്ന് പറയുന്നത്. ഈ ചോദ്യം 2017 ചോദിച്ചത്, എങ്കിലും ആ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ ആയാൽ പരിവൃത്തത്തിൻ്റെ ആരം എന്താണെന്നാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിന് ഓരോന്നിനെയും കണക്ട് ചെയ്ത് ധാരാളം ഫോർമുലകളുണ്ട്. അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശവും അതിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആരം സമം വശം ഡിവൈഡഡ് ബൈ 2√3 ആണ്. അങ്ങനെ ഈ ആരത്തിലൂടെ സമഭുജ ത്രികോണത്തിൻ്റെ വശം കണ്ടുപിടിക്കുന്നു. ആ വശത്തിലൂടെ വീണ്ടും ഒരു പരിവൃത്തത്തിൻ്റെ ആരം വീണ്ടും കാണുന്നു. എത്ര സങ്കീർണമാണ് ക്രിയകൾ! എന്നാൽ ഞാൻ പറയുന്നു, നമ്മളുടെ വളരെ മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ എന്ന് തരികയാണെങ്കിൽ അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം കാണാൻ ജസ്റ്റ് ഇരട്ടി എടുത്തെഴുതിയാൽ മതി. 10ൻ്റെ ഇരട്ടി എത്രയാണെന്ന് വെച്ചാൽ 20 ആണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് ഒരുപാട് നേരെ ഇരുന്ന് ആലോചിച്ച് തല ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് ഉത്തരം കിട്ടാനായിട്ട് കൺഫ്യൂഷനായി ആയ ഒരു പരീക്ഷയായിരുന്നു അത്. ലളിതമായ ക്രിയകൾ മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇങ്ങനെ വൃത്തത്തെ ബേസ് ചെയ്ത് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അംശബന്ധവും അനുപാതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ തന്നെ ഒരു അരിത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. എക്സ് അംശബന്ധം y = 4:3 ആയാൽ x² + y² അംശബന്ധം x² - y² വില എന്താണെന്നാണ്. ഒരു കാലഘട്ടം വരെ എല്ലാ മത്സര പരീക്ഷയുടെയും ഹൈലൈറ്റ് ആയിരുന്നൊരു ചോദ്യമായിരുന്നു ഇത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ യഥാർത്ഥ സ്റ്റെപ്പ് എന്താണെന്നും പിന്നീട് മത്സര പരീക്ഷയിൽ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ടതായ മറ്റൊരു രസകരമായൊരു മെത്തേഡുമാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ യഥാർത്ഥ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പണ്ട് പാഠപുസ്തകങ്ങളിലുണ്ടായിരുന്ന എക്സും വൈയും ഒക്കെ ഇട്ട് ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥ മെത്തേഡെന്ന് പറയുന്നത്. ഒരു മത്സര പരീക്ഷയിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ ലളിതമായ ഫോർമുലകൾ മാക്സിമം കുറച്ചുകൊണ്ടുള്ള, കാൽക്കുലേഷൻസ് 0 ആക്കിക്കൊണ്ടുള്ള മെത്തേഡായിരിക്കണം നമ്മൾ പഠിക്കുന്നതും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. അങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ ഫോർമുലകൾ വെച്ചുള്ള പഠനം നമ്മൾ മാക്സിമം ഒഴിവാക്കുകയും വേണം. ആ ഫോർമുലകൾ വെച്ചുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ പരീക്ഷാ ഹാളിൽ ഉണ്ടാകുന്ന നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൽ ഒന്നെന്ന് പറയുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോഴത്തേന് ദൈവമേ ഇത് കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഗുണിക്കാനാണോ ഹരിക്കാനാണോ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെയുള്ള ഓർമ്മകളിലേക്ക് വരും. ഫോർമുല പഠനത്തിൻ്റെ ഒരു പ്രധാന ഡ്രോബാക്ക് അതാണ്. അപ്പോൾ എന്നാൽ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് മറന്നുപോയാൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലേക്ക് അങ്ങ് കയറിയാൽ മതി. എന്താണിത്? എക്സ് അംശബന്ധം 2 എലമെൻറ്റുകളാണുള്ളത്, ഒന്ന് എക്സും വൈയും. അവയെ പ്രദാനം ചെയ്യുന്ന നമ്പറുകളാണ് 4, 3. അതായത് എക്സ് അംശബന്ധം y = 4:3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x² + y² അംശബന്ധം x² - y² വില എന്താണെന്നുള്ളതാണ്. ആദ്യം അംശബന്ധത്തെക്കുറിച്ചൊരു ഒരു ധാരണയുണ്ടാവണം. അംശബന്ധം എന്ന് പറയുന്നത് ബന്ധം സൂചിപ്പിക്കുന്ന അംശരൂപം എന്നാണ് അതിൻ്റെ ലളിതമായൊരു പദപ്രയോഗം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബന്ധം സൂചിപ്പിക്കുക? ഇപ്പോൾ നമ്മൾ വ്യക്തികളായാൽ തന്നെ പലർക്കും കൊച്ചു പേരിലിടും. ചില വീടുകളിൽ മോനെ എന്നങ്ങിടും, ചില വീടുകളിൽ വാവയെന്നിടും. വലുതാകുമ്പോൾ ആ പേര് തന്നെ ഒറിജിനൽ പേരായ വ്യക്തികളുമുണ്ട്. റേഷ്യോസിൽ ശരിക്കും അത് തന്നെയാണുള്ളത്. റേഷ്യോസ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 48, 36 എന്നീ സംഖ്യകളെ പൊതുവായ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിച്ച്, മറന്നു വരുന്നത് ഹരിച്ച്, അത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, ഹരിച്ചുകൊണ്ട് മാത്രമേ അംശബന്ധത്തിലേക്ക് പോകാൻ പാടുള്ളൂ.
ഇപ്പോൾ ഇവിടെ രണ്ട് നമ്പറുകളെയും പൊതുവായി ഹരിക്കാനാവുന്ന സംഖ്യ 12ആണ്. അങ്ങനെ 12 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറുകളെയാണ് അതിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത്. ബന്ധം സൂചിപ്പിക്കുന്ന അംശരൂപമാണ് അംശബന്ധ രൂപങ്ങളെന്ന് പറയുന്നത്. നേരെ തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഇതാണ് 48ൻ്റെയും 36ൻ്റെയും അംശബന്ധം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, അംശബന്ധത്തിൽ എഴുതുന്ന അക്കങ്ങൾ പൂർണ്ണസംഖ്യകളല്ലാതെ വേറെ ഒരു രീതിയിൽ എഴുതാൻ പാടില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ പറയാറുണ്ട് -4:3 എന്താ കുഴപ്പമെന്ന്. തെറ്റാണ്. അംശബന്ധം അങ്ങനെ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ 0.73:81 ഇങ്ങനെ അതിലൊരു എലമെൻറ്റ് ദശാംശ രൂപത്തിലും മറ്റൊന്നൊരു പൂർണ്ണസംഖ്യാ രൂപമാണ്. അംശബന്ധത്തിൽ ഇത് അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ ഭിന്നസംഖ്യാ രൂപത്തിൽ 4/7 അംശബന്ധം 3/11 ഇത് തെറ്റായൊരു പ്രവണതയാണ്. അതുപോലെ തന്നെ കൃത്യംഗ നിയമത്തിൽ 8:1/2 9:1/3 ഇങ്ങനെ കൃത്യംഗ രൂപത്തിൽ സംഖ്യകൾ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ അഭിന്നകങ്ങൾ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറുകളാണ്. അത് √3:√2 ഇങ്ങനെ ഒന്നും തന്നെ അംശബന്ധത്തെ എഴുതാൻ പാടില്ല എന്ന് കൃത്യമായി നിയമമുണ്ട്. അംശബന്ധത്തിൽ എഴുതുന്ന പദങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? പൂർണ്ണസംഖ്യകളായിരിക്കണം. ഇതൊക്കെ അതിൻ്റെ ആമുഖങ്ങളാണ്. ഇനി ഒരു പരീക്ഷയിൽ അംശബന്ധത്തെ ഡയറക്റ്റ് ചോദിക്കാതെയോ അല്ലെങ്കിൽ അംശബന്ധം ഉപയോഗിച്ച് ചോദിക്കാതെയോ ഒരു പ്രോബ്ലം പോലും ഉണ്ടായിരിക്കില്ല. അതായത് 90% കണക്കുകളും അംശബന്ധത്തെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. എന്നാൽ അല്ലാതെ എഴുതാവുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷേ അംശബന്ധം എന്ന ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അത് എന്താണ് അംശബന്ധം എന്നും പിന്നീട് 1/1 ആയിട്ട് പല പ്രോബ്ലംസും നമുക്കതിനകത്ത് ചെയ്യാൻ കഴിയും. അതിലൊരു അരിത്തമെറ്റിക് ബാക്ക്ഗ്രൗണ്ടുള്ള, അരിത്തമെറ്റിക് എന്ന് പറയുന്നതാണ് ബീജഗണിത സാമീപ്യമുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. എക്സ് അംശബന്ധം y = 4:3 ആയാൽ x² + y² അംശബന്ധം x² - y² വില എന്തെന്നാണ്. അപ്പം നമുക്ക് ഇതാണ്ട് ഈ അംശബന്ധ രൂപത്തെ നമുക്കൊരു കാര്യം കൂടി എഴുതാം. ഈ അംശബന്ധം എഴുതുന്നത് പോലെ നമുക്ക് അതിനെ ഒരു ഭിന്ന രൂപത്തിലും എഴുതാൻ കഴിയും. എന്താണ് ഈ ഭിന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഇങ്ങോട്ട് നോക്കൂ, x² + y² ഡിവൈഡഡ് ബൈ x² - y² എഴുതാം എന്നാണ് ഞാൻ പറഞ്ഞത്. അംശബന്ധത്തെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുന്നതാണ് നല്ലത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിടത്തു നിന്നും y² പൊതുഘടകമായിട്ട് എടുക്കാം. മേളിൽ നിന്നും എടുക്കാം, താഴെ നിന്നും എടുക്കാം. അപ്പോൾ y² പൊതുഘടകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ x² / y² + 1 ഡിവൈഡഡ് ബൈ y² ഇൻറ്റു x² / y² - 1 ഇങ്ങനെയൊക്കെ എഴുതി ഇത് സിംപ്ലിഫൈ ചെയ്ത് പിന്നെ x/y എന്ന് പറയുന്നത് 4/3 എന്ന് എടുക്കാം. ആ വാല്യൂ ഇവിടെയൊക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, നമ്മൾ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ എപ്പോഴാണ് പഠിച്ചത്? സ്കൂളിലാണ്. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് എഴുതുമ്പോഴാണ് അവർ മാർക്ക് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മത്സര പരീക്ഷയിലോ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം, നേരിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രൊസീഡിങ്സ് ആയിരിക്കണം നമ്മൾ മത്സര പരീക്ഷയിലെ പഠനവും അതുപോലെ നമ്മുടെ വായനകളും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ മാർഗ്ഗങ്ങളൊക്കെ നമുക്കറിയാം, അതെല്ലാം നമുക്ക് മനസ്സിലായി. പക്ഷേ മത്സര പരീക്ഷയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കുക. ഇതാ നോക്കുക, ഇവിടെ ഇങ്ങനെയാണ് എക്സ് അംശബന്ധം y = 4:3. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്നത് അംശബന്ധം, കണ്ടുപിടിക്കേണ്ടതും അംശബന്ധം. അതാണ് ഞാൻ പറഞ്ഞതിൽ ലാൻ നമ്പർ 1 എന്ന് പറയുന്നത്. തന്നിരിക്കുന്നതും അംശബന്ധം, കണ്ടുപിടിക്കേണ്ടതും അംശബന്ധം. പ്രശ്നം തീർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് 4 എന്ന് സ്വീകരിക്കുന്നു, വൈക്ക് നേരിട്ട് 3 എന്ന് സ്വീകരിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടടുത്ത് കൊടുക്കുക. അതാണ്ട് ഇവിടെ 4ൻ്റെ സ്ക്വയറ് പ്ലസ് 3ൻ്റെ സ്ക്വയറ് അംശബന്ധം, 4ൻ്റെ സ്ക്വയറ് മൈനസ് 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് 16 + 9 അംശബന്ധം, 16 - 9 ആണ്. അപ്പോൾ 25:7 തന്നെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാം. അവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെയാണ് അതിൻ്റെ മാർഗ്ഗമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും വളരെ ലളിതമായ ഒരു ക്രിയ, പിന്നെ ഇതിനകത്ത് ഈ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ പോലുള്ള ക്രിയകൾ കൃത്യമായിട്ട് ചെയ്യണം. അതിനകത്തൊന്നും നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ഒറ്റ എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. ഇതാ നോക്കുക, എക്സ് അംശബന്ധം y = 5:2 ആയാൽ x × x + y അംശബന്ധം y × x - y എന്നൊരു ചോദ്യം ഉണ്ടെന്ന് വെച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മാർഗം തന്നെ നമ്മൾക്ക് സ്വീകരിക്കാം. എക്സിൻ്റെ വാല്യൂ 5 എന്നും വൈയുടെ വാല്യൂ 2 എന്നും സ്വീകരിക്കാം. ഏതായി കൊടുക്കുന്ന ശ്രദ്ധിക്കുന്നു, നോക്കൂ എല്ലാവരും. 5 × 5 + 2 7 ആണ്. അംശബന്ധം 2 × 5 - 2 ആണ്. അത് 3 ആണ്. അപ്പോൾ നമുക്ക് 35:6 എന്നാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാം. രസകരമാണ്, മാത്സിൻ്റെ പഠനവും രസകരമാണ്. മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല ടോപ്പിക്കാണ് ഈ മാത്സും റീസണിങ്ങും എല്ലാം തന്നെ.
അതിൽ നമ്മൾ ചിട്ടയായിട്ടുള്ളൊരു പഠനം ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക്, കാരണം PSC പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏകദേശം ഒരു 60% സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളും ഏകദേശം 40% ചോദ്യങ്ങൾ പുതുമയുള്ളതുമായിരിക്കും. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്ക് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും, അതും കൃത്യതയോടുകൂടി. ഓക്കെ, ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും താങ്ക്സ്.